ഹായ് ഓൾ, എല്ലാവർക്കും GK വേൾഡ് ആൻഡ് PCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലി മലയാളം സ്റ്റാൻഡേർഡ് 7. അപ്പോൾ മധുരം മലയാളം സീരീസിൻ്റെ 5ാം ക്ലാസ്സിൻ്റെയും 6ാം ക്ലാസ്സിൻ്റെയും മുഴുവൻ പാഠഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഇതിൻ്റെ കൂടെ കാണുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം തന്നെ നമുക്ക് ദിവസവും നടക്കുന്ന അക്കാഡമിയുടെ സൗജന്യ ക്ലാസ് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമുക്ക് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഈ ഫ്രീ ക്ലാസ് കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 20% ഓഫർ വരുന്നുണ്ട്. അൺലോക്ക് 20 വരുന്നുണ്ട്. 6 മാസം, 12 മാസം, 18 മാസം, 24 മാസം ഇങ്ങനെയാണ് ഡ്യൂറേഷൻ വരുന്നത്. 20% ഓഫർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യുമ്പോൾ 20% ഓഫറിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് യൂസ് ചെയ്യുക? ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം അക്കാഡമിയിൽ ഇപ്പോൾ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ്, ഒപ്പം LP UPക്ക് വേണ്ടിയിട്ടുള്ള ജേതാവ് 250 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ബാച്ച് കോഴ്സ്, SCRT ലക്ഷ്യം ക്ലാസ് 11നും +2നും വേണ്ടിയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, ഒപ്പം ബിഗിനേഴ്സ് ബാച്ച് 12th ഡിഗ്രി ആൻഡ് 10th ലെവലിന് വേണ്ടിയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് ബാച്ച് ഇപ്പോൾ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ക്ലാസ്സുകൾ കാണുക. ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അക്കാഡമി വഴി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. നമ്മൾ ആദ്യമേ തന്നെ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ കൃതികളെയാണ് പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നോക്കാം. ഹിമവാന്റെ മുകൾ തട്ടിൽ ആരുടേതാണ്? രാജൻ കാക്കനാടൻ്റേതാണ്. രാജൻ കാക്കനാടൻ്റേതാണ് ഹിമവാന്റെ മുകൾ തട്ടിൽ. അയ്യപ്പ പണിക്കരുടേതാണ് പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. കണിക്കൊന്നയെക്കുറിച്ച് പറയുന്നതാണ്. അതിനകത്ത് ആരുടേതാണ്? അയ്യപ്പ പണിക്കരുടേതാണ്. ഒപ്പം പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ച് കാണുന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആത്മകഥയ്ക്കൊരാമുഖം ആരുടേതാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റേതാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റേതാണ് ആത്മകഥയ്ക്കൊരാമുഖം. അടുത്തത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റേതാണ് നരനായും പറവയായും എന്നുള്ളത്. നരനായും പറവയായും എന്നുള്ളത് ആരുടേതാണ്? സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റേതാണ്. അടുത്ത നമുക്ക് നോക്കാം. ഞാറ്റുവേല പൂക്കൾ P. ഭാസ്കരൻ. P. ഭാസ്കരൻ്റെ ഞാറ്റുവേല പൂക്കൾ. അടുത്ത നമുക്ക് നോക്കാം. പിതൃയാനം ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റേതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നെയാണ് കൃഷ്ണഗാഥ. ആരുടേതാണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. അടുത്തത് PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. അതാരുടേതാണ്? CV രാമൻ പിള്ളയുടേതാണ്. ഇത് പല പരീക്ഷകളിലും ചോദിച്ചു കാണുന്ന ഒന്നാണ്. മാർത്താണ്ഡവർമ്മ CV രാമൻ പിള്ളയുടേതാണ്. അടുത്തത് തിരയും ചുഴിയും ആരുടേതാണ്? S ഗുപ്തൻ നായരുടേതാണ്. തിരയും ചുഴിയും S ഗുപ്തൻ നായരുടേതാണ്. അടുത്തത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അല്ലേ. കിളിയെ വിളിച്ചിരുത്തി പണ്ട് കാലത്ത് ഈ പറയുന്ന നമ്മളുടെ മേൽക്കോയ്മയൊക്കെ ചൂഷണം അല്ലെങ്കിൽ അവരുടെ ചൂഷണങ്ങളൊക്കെ എതിരെ ശബ്ദിച്ചൊരു വ്യക്തിയായിരുന്നു എഴുത്തച്ഛൻ. തൻ്റെ കൃതികളിലൂടെ കിളിയെ വിളിച്ചിരുത്തി പാട്ട് പാടിച്ചത് എഴുതുന്ന ഒരു ഇതായിരുന്നു കിളിപ്പാട്ട് വരുന്നത്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിക്കാം. അതാരാണ്? എഴുത്തച്ഛനാണെന്ന് ഓർത്തു വയ്ക്കണം. അധ്യാത്മരാമായണം കിളിപ്പാട്ടാരുടേതാണ്? എഴുത്തച്ഛൻ്റേതാണ്. അടുത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിച്ചു പോകാം. കരിമ്പുള്ളിയാണ് ഇവിടെ കരുവാറ്റ എന്ന് അർത്ഥമാക്കുന്നത്. ഉലക്ക കൊണ്ട് നെല്ലിടിച്ച് അരിയാക്കുന്ന മുറിയാണ് നമ്മൾ ഒലക്കോട്ട് എന്ന് പറയുന്നത്. അതുപോലെ അടയ്ക്ക തല്ലിക്കൊഴിച്ച് കളഞ്ഞാൽ കിട്ടുന്ന ഭാഗമാണ് കുരിച്ചിൽ എന്ന് പറയപ്പെടുന്നത്. പിണി എന്ന് പറയുന്നത് മുറ്റവരമ്പിനെയാണ്. വിത്ത് വലിച്ചു കെട്ടുന്ന ഒരു നാടൻ ഉപകരണമാണ് വിത്തൂട്ടി എന്ന് പറയപ്പെടുന്നത്. ഇനി നോക്കാം. അടുത്തത് വീണപ്പൂവ് പലവട്ടം PSCയിൽ ചോദിച്ച് കാണുന്നൊരു ചോദ്യമാണ്. കുമാരനാശാൻ്റെ വീണപ്പൂവ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ഇതിനകത്താ? മിതവാദിയിലാണ്. ഏതിലാണ്? മിതവാദി പത്രത്തിലാണ് കേട്ടോ ആദ്യമായിട്ട്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നെയാണ്. അപ്പം ഹാ പുഷ്പമേ എന്ന് തുടങ്ങുന്ന കുമാരനാശാൻ്റെ വീണപ്പൂവ് മനുഷ്യൻ്റെ ഒരു ജന്മം അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിത ഇതിൽ ഉണ്ടാകുന്ന ഓരോ വ്യത്യസ്ത സ്റ്റേജസിനെയാണ് ഇതിൽ പൂവിൻ്റെ കഥയായിട്ട് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യൗവനവും അതുപോലെ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ കഥയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കുമാരനാശാൻ്റെ വീണപ്പൂവ്.
അടുത്തത് ONV കുറിപ്പിൻ്റെ തോന്നിയാക്ഷരങ്ങൾ. നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം, വരികൾ തരാം. ഈ വരികളൊക്കെ SCERT ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. ഈ ജീവിത കഥ പറയാൻ വെറുമൊരു പിടി വാക്കുകൾ മാത്രം എന്ന് തുടങ്ങുന്നത് ONV കുറിപ്പിൻ്റേതാണ്. ONV കുറിപ്പിൻ്റെ വരികളാണ് തോന്നിയാക്ഷരങ്ങളിൽ. അടുത്തത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ ആരുടേതാണ്? സച്ചിദാനന്ദൻ്റേതാണ്. സച്ചിദാനന്ദൻ്റേത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട കൃതികളും എഴുത്തുകാരുമാണ്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പദപരിചയമായിരിക്കും ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും